ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43-ാം തിരുവാക്യത്തില് ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. അതായത് അപ്പൊ അശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ നടക്കുത്രേ. ചില ധ്യാന കേന്ദ്രങ്ങളൊക്കെ ചെല്ലുമ്പം ചില പിശാച് ബാധിച്ചവരിൽ നിന്ന് പിശാചിനെ ഇറക്കി വിടും. ആ പിശാച് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. എന്നിട്ട് എവിടെ സ്ഥലം കിട്ടാതെ വരുമ്പോൾ അത് ആ പോയ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു വരുത്രേ. അപ്പൊ ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും അത് കാണുമത്രേ. എന്താ അതിനർത്ഥം? ഇത് പിശാച് വിട്ടുപോയി. പിന്നെ അയാള് ഈ ലോകത്തിന്റെ മകനെ പോലെ ഭക്ഷണം കഴിച്ചും സിനിമ കണ്ടും ആത്മാവിന് വേണ്ടുന്നത് ഒന്നും കൊടുക്കാതെ ആ വ്യക്തി സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ലോകം സുഖകരമാക്കി തീർക്കുന്നു. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടെ തന്നോടത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനമായി തീരുന്നു എന്ന് കണ്ടോ. അപ്പോ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളിലെ ദുഷ്ടാരൂപികൾ ചുറ്റും അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നു. യേശു മാന്യനാണ്. യേശു വാതിൽക്കൽ മുട്ടും. തുറന്നു തന്നാലേ കർത്താവ് കടക്കുകയുള്ളൂ. എന്നാൽ ഈ പിശാച് എന്ന് പറയുന്നവൻ തള്ളിക്കയറും. അലറുന്ന സിംഹത്തെ പോലെ വാതിൽക്കൽ കാവലിരുന്ന് പാപം പടിവാതിൽക്കൽ കാവലിരിക്കുന്നു. അത് നിന്നിൽ കണ്ണുവെച്ചിരിക്കുന്നു. നീ അതിനെ കീഴ്പ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ കണ്ടുപോരുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എല്ലാ വീടുകളിലും കലഹമാണ്. അമ്മായിയമ്മയും മരുമകളും അച്ഛനും മക്കളും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളാണ് ഇന്ന് പല വീടുകളിലും കണ്ടുപോരുന്നത്. അവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്. പിന്നെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാം തിരുവാക്യത്തിൽ പറയാണ്, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുവൻ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മായിയമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. തമ്പുരാൻ പറഞ്ഞ വലിയൊരു വചനഭാഗമാണത്. കാരണം കാലത്തിന്റെ അവസാനത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ, പ്രാർത്ഥിക്കാത്ത മരുമകളാണെങ്കിൽ ആ വീട്ടിൽ കലഹമായിരിക്കും. അപ്പൊ ഈ അമ്മയ്ക്ക് തോന്നും, ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മക്കൾ എന്തെങ്ങനെ? ചിലപ്പോൾ അമ്മായിമ്മയാവാം, ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ആൺമക്കളായിരിക്കാം. പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിലും മുഴുവനും ഈ ഭിന്നതയാണ് നമ്മൾ കണ്ടുപോരുന്നത്. അതിന് ഒരു കാര്യം കൂടെ ചേച്ചി പറയാണ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, ഒരു കൊച്ചു നുണയാണെങ്കിൽ പോലും ആ പാപം ഒരു ദുഷ്ടാരൂപിയാണ്. ഒരു മനുഷ്യങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ്ടായിട്ട് നമ്മൾ വിചാരിക്കുമോ? അങ്ങനത്തെ ഒരു പിശാച അശുദ്ധാത്മാവായിരിക്കും. അതായത് മദ്യപാനം, അല്ലെങ്കിൽ എപ്പോഴും നുണ പറയുന്ന പ്രകൃതം, മറ്റുള്ളവരെ വിധിക്കുക, അതായത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്തു കൂട്ടുമ്പോൾ ഈ വ്യക്തിയെ ഭരണം നടത്തുന്നത് ഈ അശുദ്ധാത്മാക്കളാണ്. ഈ ഒരു വ്യക്തിയിലെ ഈ അശുദ്ധാത്മാവ് പാപം ചെയ്യുന്നതിനനുസരിച്ച് അതങ്ങോട്ട് വളരും. പാപം ചെയ്യുമ്പോൾ ഇതിന് തീറ്റ കിട്ടുകയാണ്. ഈ വ്യക്തിയെ അല്പാൽപമായി ഈ ദുഷ്ടാരൂപി നശിപ്പിച്ചു കളയും. തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ ഭവനത്തിൽ ഇത്തരം ചില വ്യക്തികൾ ഉണ്ടായിരിക്കും. ആദ്യം കൊണ്ടുവരിക കലഹമായിരിക്കും. ഇത്തരം വ്യക്തികളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവരെ സംസാരിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല. നിശബ്ദനായിരിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ദുഷ്ടാരൂപിയെ ഏറെ സംസാരിക്കാതിരുത്തുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ കലഹം തുടങ്ങുമ്പോൾ തന്നെ അത് അവസാനിപ്പിക്കുക. ആ വ്യക്തിയോട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ട് ആ കുടുംബം സ്വർഗമാക്കാം എന്ന് നിങ്ങൾ സ്വപ്നം പോലും വിചാരിക്കേണ്ട. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തിയിലുള്ള ദുഷ്ടാരൂപിയെ ഓടിക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചത് കൊണ്ടോ ഉപദേശിച്ചത് കൊണ്ടോ ഈ വ്യക്തികൾ പുറത്തു പോകുമെന്ന് എൻ്റെ പൊന്നുമക്കൾ ഒരു കാരണവശാലും വിശ്വസിക്കേണ്ട. ഇനി കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു 6-7 കാര്യങ്ങൾ ചേച്ചി പറയുകയാണ്. ഒന്ന്, ആദ്യം വേണ്ടത് അനുതാപമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമോ? യാക്കോബിനോട് അന്ന് രാത്രി മാലാഖ മല്ലിടുകയാണ്.
മല്ലിട്ട് കഴിഞ്ഞപ്പോൾ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിട്ടുപോകില്ല, എങ്ങനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ യാക്കോബ് പിടിച്ചു വലിക്കുകയാണ്. അപ്പൊ തിരിച്ചു നിന്ന് ചോദിക്കുന്ന ഒരു വാക്കാണ്, നിന്റെ പേരെന്താണെന്ന്. എന്താണത് ചോദിക്കാൻ കാരണം? ഇവന്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ ഏസാവാണെന്ന് നുണ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അവന് ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ, അവനെ അനുഗ്രഹിക്കണമെങ്കിൽ അവനിൽ സത്യം കൊണ്ടുവരണം, അവനിൽ അനുതാപം കൊണ്ടുവരണം. അതുകൊണ്ട് കർത്താവ് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന്. നീ ഏസാവ് എന്ന് പറയോ? നീ എന്താ പറയാ? നുണയൊക്കെ പോയോ നിന്റെ കയ്യിൽ നിന്ന്? ആ ചതി നിന്റെ കയ്യിൽ നിന്ന് പോയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, എൻ്റെ പേര് യാക്കോബ് എന്നാണെന്ന്. ആ ഒരു അനുതാപത്തിൻ്റെ പുറത്താണ് യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറായത്. ഏതൊരു വ്യക്തിയും ക്രിസ്തുവിലാണോ ആദ്യം വേണ്ട ഗുണം അനുതാപമാണ്. രണ്ടാമത് എപ്പോഴും അനുനിമിഷം നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുക, അനുരഞ്ജനം, ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം. അതിൻ്റെ ഒരു കൂതാശിയാണ് കുമ്പസാരം. അല്ലെ, ആ ഏത് വ്യക്തിയായിട്ടാണോ നമ്മൾ കലഹമുണ്ടായത്, ഒരു സോറി പറഞ്ഞാൽ എന്താ മക്കളെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്? ഒരു സോറി എന്ന വാക്കുകൊണ്ട് എത്ര നല്ല ബന്ധങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കാം. കർത്താവിൻ്റെ മുൻപിലും മനുഷ്യൻ്റെ മുൻപിലും എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ ആ പാപങ്ങൾ ഏറ്റുപറയുന്നു. ആ വ്യക്തിയോടും അത് ഏറ്റുപറയുന്നു, ദൈവത്തോടും ഏറ്റുപറഞ്ഞ് ഒരു അനുരഞ്ജനം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പോയിന്റാണ് കർത്താവിലുള്ള ഒരു അപരിമേയമായ അണമുറിയാത്ത വണ്ണുള്ള ഒരു വിശ്വാസം. യോഹന്നാന്റെ സുവിശേഷം 7:37 തിരുവാക്യത്തിൽ പറയുന്നില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്തതിനർത്ഥം? പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാണെങ്കിൽ വചനം ഹൃദിസ്ഥമാക്കിയിരിക്കണം. രാവും പകലും വചനവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ അടിച്ചുവാരി ഒഴിഞ്ഞു കിടക്കാതെ അതിൽ വചനം നിറയ്ക്കുക, പ്രാർത്ഥന നിറയ്ക്കുക, ജപമാല നിറയ്ക്കുക. കർത്താവുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് ഈ വചന വായനയിലൂടെയാണ്. വചനം ആരുടെ അടുത്തേക്ക് വന്നു പോകുന്നാണ് കർത്താവ് പറയുന്നത്. അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു. അതിനേക്കാൾ ഉപരി കർത്താവ് പറയുന്നു, വചനം നിന്നിൽ വസിക്കുക എന്നുണ്ടെങ്കിൽ നീ ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ. വചനം നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ. ഓരോ ദിവസവും ഒരു വചനെങ്കിലും പഠിച്ചിരിക്കുക. രാത്രി കിടക്കുമ്പോൾ ബൈബിൾ വായിക്കാതെ കിടന്ന് ഉറങ്ങാനേ പാടില്ല. ഒരു പുതിയ നിയമത്തിൻ്റെ അധ്യായം, ഒരു പഴയ നിയമത്തിൻ്റെ അധ്യായം, ഒരു സങ്കീർത്തനം, അങ്ങനെ റെഗുലറായിട്ട് വായിച്ചങ്ങോട്ട് പോ. അപ്പം നമ്മൾ വചനമാണ് ഭക്ഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞു, അവിടെ ഒഴിഞ്ഞു കിടപ്പില്ല, അത് നിറഞ്ഞു കിടക്കുകയാണ്. ജീവജലത്തിൻ്റെ നദി ഒഴുകും എന്നാണ് പറയുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ എഫെസോസ് 6:20 പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയാണ്, ദുഷ്ടന്റെ കൂരമ്പുകളെ കെടുത്തുന്നതിനെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കാൻ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്ക്. വിശ്വാസത്തിന് വിശ്വസിക്കുക. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഒരു അപരിമേയമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ കഷ്ടങ്ങൾ കടന്നു പോകും, ഈ വേദന കടന്നു പോകും. എൻ്റെ കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് ഉപരി നന്മയ്ക്കാക്കിയിട്ട് ദൈവം മാറ്റും എന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാച് തോറ്റ് പുറകോട്ടേക്ക് പോവും. പിന്നെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക. അതിന് റെഗുലറായിട്ട് ഇന്ന പ്രാർത്ഥനകൾ വെക്കുക. ഇത് പ്രാർത്ഥിച്ച് കഴിയാതെ ഉറങ്ങരുത്. കുറേ നേരം മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവ് പറയുന്നു, വിദ്യാർത്ഥിയുടെ അടുക്കിലേക്ക് പോകരുത്, സമറിയായിലൂടെ കടന്നു പോകരുത്. അതൊക്കെ അന്ന് യഹൂദരോട് പറഞ്ഞിരിക്കുന്നതാ. എന്നാൽ പത്രോസ്ലീഹ കണ്ട ഒരു ദർശനമായിരുന്നു. ഒരു വലിയ വിരിപ്പ്, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ ഒരു വലിയ വിരിപ്പിറങ്ങി വരികയാണ്. അതിൽ ധാരാളം എന്താ പറയുക, ജന്തുക്കൾ എന്നാണ് അതിനകത്ത് പറയുന്നത്. നീ ഇവയെ കൊന്നു തിന്നാൻ. കാരണം അവിടെ ഒരു ജാതിയും ഒരു മതവും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമല്ല. കർത്താവിൻ്റെ അരികിലേക്ക് ആരൊക്കെ കടന്നു വരുന്നോ അവരൊക്കെ കർത്താവിന് സ്വീകാര്യര. അവിടെ ഒരു ജാതിയും ഇല്ല, മതവും ഇല്ല. കർത്താവേ എന്ന് വിളിച്ച് ആര് വന്നാലും എന്താ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് അരികിലേക്ക് വരും മക്കളെ. അവനങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൊർണേലിയൂസ്, പുള്ളിക്കാരൻ വിജാതീന, അവരെ വീട്ടിൽ നിന്ന് ആള് വന്നിരിക്കുന്നു ഇവിടെ. ഉടനെ തന്നെ പുറപ്പെടാനാ പറഞ്ഞത് മാലാഖ. പത്രോസ്ലീഹ ഇറങ്ങിപ്പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് അവിടെ ഇരുന്ന് സുവിശേഷം പറയുന്നു. കൊർണേലിയൂസ് വിജാതികനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ആരൊക്കെ കടന്നു പോകുന്നുണ്ടോ
അവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുക. അടുത്തൊരു വാക്കാണ്, നമ്മൾ എമ്മാവൂസിലേക്ക് പോയ സ്ലീഹന്മാരെ കണ്ടു. കർത്താവ് അവരോട് ആദ്യം പറയുന്നത് ദൈവവചനമാണ്. അവർ പറയുന്നു, അവൻ നമ്മളോട് വചനം പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. രണ്ടാമത് അപ്പം മുറിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ള മക്കളെ, കൂദാശ ജീവിതം, അടുപ്പിച്ചുള്ള കൂദാശ സ്വീകരണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഈ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സഭയുടെ പഠനങ്ങൾ, സഭ എന്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും തെറ്റാതെ നമ്മൾ മുൻപോട്ട് പോയാൽ ദൈവത്തിലേക്ക് ഈ കാര്യങ്ങൾ നമ്മെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. കൂദാശ സ്വീകരണം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ബൈബിൾ വായന, ഇടവിടാത്ത പ്രാർത്ഥന, ഇതുമായി കർത്താവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ഈ 5-6 കാര്യങ്ങൾ നമുക്ക് ഉപകരിക്കും. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളെല്ലാവരും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായതെല്ലാം കൊടുക്കണമേ എന്ന് ഏറ്റവും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ആമേൻ.